KPCC പ്രസിഡന്റിനില്ലാത്ത വേവലാതി, മുൻ KPCC പ്രസിഡന്റുമാർക്ക് ആർക്കുമില്ലാത്ത വേവലാതി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നുമില്ലാത്ത വേവലാതി, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കോ ഒന്നുമില്ലാത്ത വേവലാതി. എന്തിനാണ് VD സതീശന് മാത്രം? അവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്തു പിടിക്കാൻ തയ്യാറായതായി നമ്മളാരും കാണുന്നില്ല. കാരണം അങ്ങനെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ല അദ്ദേഹത്തിനായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആർക്കും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനുഷ്യത്വമുള്ള ഒരാൾക്കും അയാളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അയാളെ ചേർത്ത് നിർത്താനും കഴിയില്ല. അയാളെ ന്യായീകരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ട് പോലും രംഗത്ത് വരാത്തത്. അതിന് കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അവർക്കാർക്കും കഴിയാത്തൊരു കാര്യം, അവർക്കാർക്കും ഒരു വേവലാതി ഇല്ലാത്ത കാര്യം, അവർക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മാത്രം എന്താണ് വേവലാതി? ഇതിന് അദ്ദേഹം ഉത്തരം പറയണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് VD സതീശൻ തുറന്നു പറയണം. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ? എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വേവലാതി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരാളെ എന്തിനാണ് പാലക്കാട് ജനങ്ങൾ തലയിലേറ്റേണ്ടത്? ഞങ്ങളെ ചോദ്യം അതാണ്. ഈ ആരോപണം ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം രാഷ്ട്രീയ ആരോപണമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കേൾക്കുന്നത് അവരുടെ ശബ്ദമാണ്. നമ്മൾ കാണുന്നത് അവർ അയച്ചിട്ടുള്ള മെസ്സേജുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്കുമൊന്നും അറിയില്ല. പക്ഷെ അത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഈ ശബ്ദം എൻ്റെതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഈ മെസ്സേജ് ഒന്നും ഞാനല്ല അയച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അത് പറയാത്തിടത്തോളം കാലം അത് സത്യമാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് പ്രാഥമികമായിട്ട് അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നത്. ഇതെല്ലാം ഫേക്ക് ആണെങ്കിൽ, ഇതെല്ലാം വ്യാജമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നതിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കേവലം ഒരു ആരോപണം മാത്രമാണെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതകളുണ്ട് എന്ന് VD സതീശന് അറിയാം, KPCCക്ക് അറിയാം, AICC നേതൃത്വത്തിന് അറിയാം. അങ്ങനെ വസ്തുതകളുണ്ട് എന്ന് അവർക്ക് ബോധ്യമായുള്ളൊരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവരെത്തുന്നത്?